ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെ തുടങ്ങാം. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യാണ്. ശരിക്കും പാകിസ്ഥാൻ്റെ ഡിഫൻസ് പാക്ടിനെ എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടിട്ട് ഒരു വാല്യൂം കൊടുക്കാതെ അമേരിക്കയുടെ ഖത്തർ മോഡലിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ അതിനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് നീങ്ങാണ്. അബ്രഹാം അക്കോർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു 99% ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്തെന്നാൽ പീസ് 2025 എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിൽ ഷർമൽ ഷേഖിൽ വെച്ചിട്ട് നടത്തിയ ആ ഒരു ഡീൽ, ഖത്തറും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഡീൽ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഇസ്രായേൽ ഹമാസിന് പകരം അമേരിക്കയും ഖത്തറും സൈൻ ചെയ്ത ആ ഒരു ഡീൽ, ആ ഡീലിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡീൽ വേറെ ഒന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്ന പോലെ അത് ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവരാനും ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താനും യുദ്ധം അവസാനിപ്പിക്കാനും എന്നുള്ള ഡീലാണെന്നാണ് പൊതുവിൽ ലോകം മനസ്സിലാക്കിയത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഹമാസിനെ അങ്ങ് തൂക്കി വിറ്റതാണ്. പഴയ അരിച്ചാക്ക് വിലയ്ക്ക് അങ്ങ് തൂക്കി വിറ്റ് ഹമാസിനെ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് സംഭവിച്ചത് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വീണ്ടും ഇതാ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഹമാസ് പറയുന്നത് ഫേസ് 1 പീസ് ഡീൽ ഒപ്പിട്ടതിന് ശേഷം 47 തവണ സീസ് ഫയർ ലംഘനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് ഹമാസ് പറയുന്നത്. 6000 ട്രക്ക് ബേസിക്കലി ഗാസയ്ക്കുള്ളിൽ എൻട്രി ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ആ രീതിയിലുള്ള ഒരു ട്രക്കുകളും കൂടെ വന്നിട്ടില്ല. ഏതോ 150 ട്രക്കുകൾ വന്നിട്ടുണ്ട്. അത് തന്നെ സഫീഷ്യൻ്റ് അല്ല എന്നുള്ളൊരു ക്ലെയിമാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു കാര്യം കൂടെ ഓർക്കണം. UNRWA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ഒരു ചാരിറ്റി കൊടുക്കുന്ന സംഘടന തന്നെ, എയ്ഡ് വിതരണം ചെയ്യുന്ന ആ സംഘടന തന്നെ പറഞ്ഞിരിക്കുന്നത് 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ കോൺട്രാഡിക്ഷനാണ്. അതായത് അവസരവാദികളാണ്. അവസരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയുക എന്നുള്ളതാണ് ഹമാസ് ഒരു ശൈലിയായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസയ്ക്കുള്ളിൽ ആരും ഇപ്പോൾ പട്ടിണി കിടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നില്ല. കഴിഞ്ഞ 10 ദിവസമായിട്ട് പട്ടിണി പരിവട്ടം ഒന്നുമില്ല കഴിഞ്ഞ 10 ദിവസമായിട്ട് ഗാസയ്ക്കുള്ളിൽ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ട് പോകുന്നെങ്കിൽ എന്താണ് പറയുക വെച്ചാൽ 14,000 കുട്ടികൾ നാളെ മരിക്കും എന്ന് പറയും. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നാണ് യുദ്ധം നിർത്തിയെന്ന് അറിഞ്ഞ പാടെ ഇതാ ഒരു പട്ടിണിയില്ല, ഒന്നുമില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, ഒരു പ്രശ്നമില്ല, വളരെ സുഖമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാണ് ഗാസ. പക്ഷേ ഗാസയ്ക്കുള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് അൽ ഷബാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അയാളൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അയാൾ തോക്കെടുത്തുകൊണ്ട് അതിൻ്റെ ലീഡറും 2 സഹപാഠികളും ഇങ്ങനെ ഗാസയ്ക്കുള്ളിൽ ഇങ്ങനെ നടന്നു വരികയാണ്. ഹമാസിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചിടും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം ഇതിനകത്ത് ഇസ്രായേൽ ഹമാസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സോൾജേഴ്സിനെ സ്നൈപ്പർ കൊണ്ട് അവർ വെടിവെച്ച് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ദാരുണമായിട്ടുള്ള സംഭവമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇസ്രായേൽ നടപടി എടുക്കുന്നുണ്ട്. ഇതാ ഞാനിവിടെ ഫൂട്ടേജ് വെക്കുന്നുണ്ട്. ഈ ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. അതായത് അതിഭീകരമായ നിലയിലുള്ള ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ നോർത്തേൺ സൈഡിലുള്ള ആൾക്കാരെ ഒഴിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മാപ്പിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ മൊത്തം IDFന്റെ കൺട്രോളിലാണ് ഉള്ളത്. അതായത് ഇസ്രായേലിന്റെ കൺട്രോളിലുള്ളത്. ബാക്കി ആ യെല്ലോ ലൈനിൽ ഇപ്പുറത്തിരിക്കുന്ന ആ പോർഷനിൽ നിന്നും ഇപ്പം ജനങ്ങളെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവാക്യുവേഷൻ നോട്ടീസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും ഹമാസിന് മാളങ്ങളുണ്ടെങ്കിൽ മാളങ്ങളിൽ കയറി ഒളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം ഒക്കെ അയച്ചു വെച്ചിട്ട് വീണ്ടും സിവിലിയൻ ആയിട്ട് മാറാം. ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇത് October 7, 2023 ഇസ്രായേലിന്റെ ആ ഒരു ബോർഡർ പൊളിച്ച് JCB കൊണ്ട് ബോർഡർ പൊളിച്ചിട്ട് അകത്തേക്ക് ആൾക്കാർ കയറി പോകുന്ന ആ ഒരു രംഗമാണ്. ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്കാണ് ആൾക്കാർ ഇരച്ചു കയറി പോകുന്നത്. ഇതിനകത്ത് പോകുന്ന ആൾക്കാരെ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ എന്താണ് ഇസ്രായേൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിലൂടെ സൈക്കിളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഈ വടി ഊന്നിക്കൊണ്ട് വയസ്സനായ ആൾക്കാർ അകത്തോട്ട് കയറി പോകുന്നത് എന്തിനും, ഈ വയസ്സായ പാലസ്തീനിക്കൊക്കെ, ഈ വയസ്സായ ഗാസയിൽ താമസിക്കുന്ന ഈ അപ്പൂപ്പനൊക്കെ ഈ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് October 7 എന്തിനാണ് കയറി പോകുന്നത്? അപ്പോൾ ഇത് സാധാരണക്കാരാണോ, ഇവൻ സിവിലിയൻ ആണോ, അല്ലെങ്കിൽ ഇവൻ ഹമാസിനെ അനുകൂലിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഹമാസ് തന്നെയാണോ? ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഞാനല്ല ചോദിക്കുന്നത്, ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യമാണ്. അവർ വ്യക്തമായിട്ട് ഈ വീഡിയോ എടുത്ത് ഡീകോഡ് ചെയ്ത് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനകത്ത് റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപോയാൽ മതി. ഇവരൊക്കെ സിവിലിയൻസ് ആണ്. അപ്പോൾ അതായത് ഇസ്രായേൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സിവിലിയൻസ് എന്നോ, ഇവിടെ കൊച്ചുകുട്ടിയെന്നോ, അല്ലെങ്കിൽ ഇവിടെ വയസ്സായ ആൾക്കാരെന്നോ, അല്ലെങ്കിൽ മെച്ചൂർഡായിട്ടുള്ള വലിയ മുതിർന്ന ആൾക്കാരെന്നോ ഒരു വേർതിരിവില്ല. ഹമാസും ഈ ജനങ്ങളും ഒരുപോലെയാണ്. അത് പാലിൽ വെള്ളം ചേർത്ത പോലെയാണ്, പിരിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞു വെക്കുന്നത് ഇസ്രായേൽ. ഈ ഒറ്റ വീഡിയോയിലുണ്ട് ഇതിന്റെ ഉത്തരം. ഈ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി പോയ ആൾക്കാരിൽ ഇവരെല്ലാം ഉണ്ട്. ഈ സൈക്കിൾ ചവിട്ടി പോകുന്ന കൊച്ചിറക്കൻ, ഈ സൈക്കിൾ ചവിട്ടി ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയ എന്താണ് സംഭവം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ പറയുന്നതിൽ ഒരു പരിധി വരെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരെപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ച് വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ പുറത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പീസ് 2025 സാധ്യമാക്കി കൊടുത്ത അതിന് മീഡിയേറ്റർ ആയിട്ട് വന്ന സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്നർ, ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്പീച്ച്ലെസ് ആണ്. കാര്യം വേറെ ഒന്നുമല്ല, അന്ന് ഈ പീസ് 2025 ആ ഒരു ടൈമിൽ
ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ കെനസെറ്റ് എന്ന് പറഞ്ഞ പാർലമെന്റ് വിസിറ്റ് ചെയ്ത സമയത്ത് അതിന്റെ തലേദിവസത്തെ ആർഗ്യുമെന്റിൽ ഇത്താമിർ ബെൻഗിവിർ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിട്ടുള്ള ഇത്താമിർ ബെൻഗിവിർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജനങ്ങളെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആൾക്കാരെ നിങ്ങൾ ഈ രീതിയിലുള്ള തീവ്രവാദികളെ, അതായത് ഈ ഒക്ടോബർ 7 മാത്രമല്ല അതിന് മുമ്പ് നടത്തിയ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു, ആ ആക്രമണങ്ങളിലൊക്കെ പിടിക്കപ്പെട്ട ഈ രീതിയിലുള്ള നരനായാട്ട് നടത്തുന്ന ഈ തീവ്രവാദികളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കൺസെന്റ് ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? അതായത് ചോദിച്ചത് 250 ആൾക്കാരെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ 250 പേരിലാണ് 45 പേരുടെ മൃതശരീരങ്ങൾ കൊടുത്തയച്ചത്. അവരെ ജീവനോടെ വിട്ടയച്ചില്ല ഇസ്രായേൽ. കാരണം അവർക്കറിയാം അവരെ ജീവനോടെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഇവിടെ നാളെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം അവർ തിരിച്ചു വന്ന് പൊട്ടിത്തെറിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം സ്റ്റീവ് വിറ്റ്കോഫിനോട് ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റീവ് വിറ്റ്കോഫ് ഒരു തീവ്രവാദിക്ക് പശ്ചാത്തപിച്ച് നല്ലവനായി മാറിക്കൂടെ എന്നുള്ള ചോദ്യമാണ് സ്റ്റീവ് വിറ്റ്കോഫ് തിരിച്ചു ചോദിച്ചത്. പക്ഷേ ഇത്താമിർ ബെൻഗിവിർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, കാരണം ചരിത്രം അങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ. അപ്പൊ അതുകൊണ്ട് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം, എന്നാൽ മാത്രമാണ് ഇതിനൊരു പോസിബിലിറ്റി ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹമാസ് ആണെങ്കിൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ഞങ്ങൾ ഗാസയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഹമാസിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പം സ്റ്റീവ് വിറ്റ്കോഫിന് വരെ ഇതിനകത്ത് ഇടപെടാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഹമാസിന്റെ സാഹചര്യം അപ്പുറത്ത് ദയനീയ അവസ്ഥയാണ്. കാരണം ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ അൽ ഷബാബ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് വീഡിയോയിൽ കാണിച്ച ആ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കാർ, ആ ടീം ഈ ഹമാസിനെ തകർക്കും. ഇനി അഥവാ ആയുധം താഴെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇസ്രായേൽ ഓൾറെഡി ഇൻസൈഡ് കയറി IDF ഇവരെയും തപ്പി ഗാസയ്ക്കുള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവാക്വേഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ എങ്ങനെയാണോ ജനങ്ങൾ ഒരു 4 ദിവസത്തിന് മുമ്പ് അങ്ങോട്ട് ആഘോഷപൂർവ്വം കയറി അങ്ങോട്ട് പോയത്, അതുപോലെ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്ന സാഹചര്യമാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ഗാസയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണം, ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളെ പുറത്തോട്ട് പോകാൻ അനുവദിക്കണം, വല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ള രീതിയിൽ ചില റിക്വസ്റ്റുമായിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ. ഇതാണ് നിലവിലെ ഇസ്രായേൽ ഗാസ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ വീണ്ടും ആക്രമണം തകൃതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് ഫോക്സ് ന്യൂസിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും സെലൻസ്കിയുടെ വിസിറ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഫോക്സ് ന്യൂസിന്. 2 വിഷയങ്ങളെക്കുറിച്ചും ട്രംപ് അവിടെ സംസാരിക്കുന്നുണ്ട്. ട്രംപ് പ്രതിപാദിച്ചതിൽ സെലൻസ്കിയുടെ കാര്യം പറഞ്ഞ സമയത്ത് സെലൻസ്കിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ട്രംപ് അവിടെ അഭിപ്രായപ്പെട്ടത്. സെലൻസ്കി ടോമഹോക്ക് എന്ന് പറഞ്ഞ ആ ഒരു മിസൈലിന് വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രംപ് വേറൊരു വെളിപ്പെടുത്തലും കൂടി നടത്തിയത്, ഈ ഡൊണസ്ക് മേഖലയിൽ ഫുൾ കൺട്രോൾ റഷ്യക്ക് കൊടുക്കണം, അത് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു യുദ്ധത്തിലേക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നേരെ യൂറോപ്യൻസ് ഇപ്പോൾ അതിനെ എടുത്ത് ഉൾട്ട അടിച്ചിരിക്കുകയാണ്. യൂറോപ്പിലെ ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക് പറയുന്നത് സെലൻസ്കി ഒരിക്കലും വാഷിംഗ്ടണിൽ പോകരുതായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മെർസ് ഫ്രെഡറിക് പറയുന്നത്. കാരണം ഇത് ഞങ്ങളുടെ പ്രൊവിൻസ് ആണ്. ഏതാണ്? ഉക്രൈന് അവകാശപ്പെട്ട പ്രൊവിൻസ് ആണ് ഈ ഡൊണസ്ക്. അപ്പോൾ ഈ ലുഹാൻസ്ക് ഡൊണസ്ക് എന്ന് പറയുന്ന ഈ ഡോൺബോസ് റീജിയൻ ഒന്നും ഒരിക്കലും റഷ്യക്ക് ഫുൾ കൺട്രോൾ കൊടുക്കാൻ പറ്റില്ല. 2014 ഓൾറെഡി ക്രൈമിയ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ക്രൈമിയ കൊടുത്തതില്ല, റഷ്യ പിടിച്ചെടുത്തതാണ്. ഇനിയിപ്പം ഈ ഡോണസ്ക് റീജിയനും കൂടി കൊടുക്കാൻ വയ്യ എന്നുള്ളതാണ് ജർമ്മനിയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ യൂറോപ്പ് ആയാലും ശരി തന്നെ, ഈ ഉക്രൈൻ ആയാലും ശരി തന്നെ, ഇവർക്ക് ആർക്കും തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇത് ഇപ്പം നമ്മളിപ്പോൾ ഇത് റഷ്യക്ക് കൊണ്ട് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റഷ്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കെൽപ്പുണ്ടെങ്കിൽ അറ്റാക്ക് നടത്തി പിടിച്ചെടുക്കുക. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റഷ്യയുടെ ഉള്ളിലും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോൺ കപ്പാസിറ്റി ഉണ്ട് ഉക്രൈന്. ഇപ്പം ഈ റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കുന്നെങ്കിൽ ഉക്രൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ഡ്രോൺ മാനുഫാക്ചറിംഗിൽ ഒരു ഉന്നത നിലവാരം കാഴ്ചവെക്കാൻ പോകുന്ന മറ്റൊരു രാജ്യം. തുർക്കിയൊക്കെ കടത്തി വെട്ടും. ആ രീതിയിൽ ഡ്രോൺ ടെക്നോളജിയിൽ അവർ എഫിഷ്യന്റ് ആവും. ആ മേഖലയിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ ഈ റഷ്യയുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തിലൂടെ. കാരണം ലോങ് റേഞ്ച് മിസൈൽ യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പം അങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു, UK അടുത്ത് ലോങ് റേഞ്ച് മിസൈൽ ഉണ്ട്, പല രാജ്യങ്ങളുടെ അടുത്തും ലോങ് റേഞ്ച് മിസൈൽ ഉണ്ട്. പക്ഷെ ആരും കൊടുക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസെന്റ് ഇല്ലാണ്ട് ലോങ് റേഞ്ച് മിസൈൽ കൊടുക്കില്ല. പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ പക്കൽ നിന്ന് തന്നെ ലോങ് റേഞ്ച് മിസൈൽ വേണം. കാരണം ലോങ് റേഞ്ച് മിസൈൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കിക്ക് 2500 കിലോമീറ്ററിൽ അപ്പുറത്ത് ആക്രമണം നടത്താനുള്ള ഒരു പെർമിഷനായി. അതിനുവേണ്ടിയിട്ടാണ് സെലൻസ്കി ഈ ടോമഹോക്ക് മിസൈൽ തരൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ലോങ് റേഞ്ച് മിസൈൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് കിട്ടാഞ്ഞിട്ടല്ല. ഇപ്പൊ എന്തെല്ലാം പറഞ്ഞാലും ഈ ഒരു ടൈമിൽ ഉക്രൈനിലെ സെലൻസ്കിയെ മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യയോടൊപ്പം നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇനി നാളെ റഷ്യ രൂക്ഷമായ നിലയിൽ ഒരു ആക്രമണം റഷ്യക്കുള്ളിൽ നടത്തുകയും റഷ്യ അതിനെ ശക്തമായ രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഇതേ ട്രംപ് പുടിൻ ഭയങ്കര മോശമാണ്, ഹാർഡായിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്, ഇങ്ങനെയല്ല ഞങ്ങൾ സംസാരിച്ചിരുന്നത് എന്നുള്ള നിലയിലൊക്കെ മാറ്റിമറിച്ച് സംസാരിക്കാനൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന്റെ വാക്കിനെ
ഒരു രീതിയിലും മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതേപോലെ പല തവണ ട്രംപ് മാറ്റി മറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്ഥിരതയില്ലാത്ത നിലപാടാണ് ട്രംപിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂറോപ്പ് ഇപ്പോൾ എന്താണ് നിലപാടെടുത്തിരിക്കുന്നത് പറഞ്ഞാൽ യൂറോപ്പ് ഇപ്പോൾ അമ്പിനും മില്ലിനും അടുക്കാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സെലൻസ്കിയും ഇതിനെക്കുറിച്ചുള്ള ഡിസഗ്രിമെന്റ് ഓൾറെഡി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ എന്തിനാണ് റഷ്യക്ക് വിട്ടുകൊടുക്കുന്നത് എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. ഓപ്പൺ ആയിട്ട് പത്രസമ്മേളനത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ട്രംപിന്റെ ഫോക്സ് ന്യൂസിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് അതിനുശേഷമാണ് സെലൻസ്കി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ക്ലിയർ ഡിസഗ്രിമെന്റ് ആണ്. ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാനാണ്? ഇനിയിപ്പോൾ ഒരു നിലപാടേ ഉള്ളൂ. ട്രംപിന് വേണമെങ്കിൽ പുടിനോടൊപ്പം കച്ചവടം നടത്തി മുന്നോട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉക്രൈന് സപ്പോർട്ട് ചെയ്യുന്നുള്ള പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങൾക്കും സാങ്ഷൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ രണ്ട് ഓപ്ഷനേ ട്രംപിനുള്ളൂ. അതുപോലെ തന്നെ ഖത്തറിൽ വെച്ചിട്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരു സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയും ക്ലെയിം ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ട്. പല രീതിയിലും നൊബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിട്ട് അതിനിപ്പോൾ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്താൻ ഞാനാണ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഖത്തർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലെയിമും കൂടി ഇപ്പം ട്രംപ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു വിഷയം വളരെ വ്യക്തമാണ്. ഈ ഒരു ഡീൽ ലോങ് ലാസ്റ്റിംഗ് അല്ല. ലോങ് ലാസ്റ്റിംഗ് മീൻസ് ആഴ്ചകളോ ദിവസങ്ങളോ പോലും നീണ്ടു നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാന്റെ നിലപാടുകൾ അതിലുപരിയായിട്ട് ഈ ഡുറാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷനും നടന്നിട്ടില്ല. ആ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്താതെ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത്? അത് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം റെഫ്യൂജി ക്യാമ്പുകൾ പാകിസ്ഥാൻ അടിച്ച് നശിപ്പിച്ച ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതായത് ലോക്കൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ഒരു 8 പേരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും റിറ്റാലിയേറ്റ് ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. TTP എന്ന് പറഞ്ഞ തെഹ്രീക്ക് താലിബാനികളെ വെച്ചെങ്കിലും റിറ്റാലിയേറ്റ് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ട്രംപ് ഇപ്പോൾ 8, 9, 10, 11 ഒക്കെ പറഞ്ഞ് ലിസ്റ്റ് ഇട്ടുകൊണ്ട് പോവുകയാണ്. അതാ വീണ്ടും ഗാസയിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ മൈനസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അത് കൂട്ടിച്ചേർക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം എവിടെയൊക്കെ വീണ്ടും തുടങ്ങിയോ അവിടെയൊക്കെ ഇനി മൈനസ് ഇടണ്ടേ? അപ്പം കണക്കൂട്ടാൻ അറിയാമെങ്കിൽ കൃത്യമായിട്ട് മൈനസ് ഇട്ട് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും 11, 12 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ശരിക്കും ഒരു കോമാളിയെ പോലെ നിർത്താത്ത യുദ്ധങ്ങൾ, നടക്കുന്ന യുദ്ധങ്ങൾ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഡ്ഢിയായിട്ടുള്ള ട്രംപിനെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് പലപ്പോഴും ഇത് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ട്രംപുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യമില്ല. പക്ഷേ ട്രംപ് കാണിക്കുന്ന പരിപാടികൾ അങ്ങനെയാണ്. നോ നീഡ് കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാലി. ഈ പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അമേരിക്ക ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക്, ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഈ മാസം ശമ്പളം കിട്ടില്ല. ഈ മാസം അവസാനിക്കാറായി. ഇനി 10 ദിവസം കഴിഞ്ഞാൽ ഈ മാസം അവസാനിക്കും. ഇവർക്ക് എവിടെ നിന്ന് ശമ്പളം കൊടുക്കും? കാരണം ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതായത് ഓപ്പോസിറ്റ് പാർട്ടികൾ അവർ തനിയെ വന്ന് നിങ്ങളുടെ ബില്ല് അങ്ങ് പാസ്സാക്കി തരണം എന്നാണ് ട്രംപ് കരുതുന്നത്. അതങ്ങനെ നടക്കുമോ ഏതെങ്കിലും ഒരു രാജ്യത്ത്? ജനാധിപത്യ രാജ്യമല്ലേ? റെപ്രസെന്റേറ്റീവിനെ വിളിച്ചിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി ബില്ലിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിക്കൂടെ? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. ഇല്ല, ഫാർ റൈറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ എന്നുള്ള റാഷണലിസ്റ്റ് തോട്ട് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ആ രീതിയിൽ അയാൾ തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കരുതാൻ പറ്റുന്നത്. കാരണം ട്രംപ് ഒരു ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ആളാണ്. അപ്പം ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലും ഗുണം കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്, നമുക്കറിയില്ല. പക്ഷേ ഈ മെഗാ എന്ന് പറഞ്ഞ ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടാവും. അവർക്കും ഇത് ബാധകമാണ്. ഈ ശമ്പളം കിട്ടാത്ത അവസ്ഥ. ഒന്നാമതേ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത് പല സാധനങ്ങൾക്കും അമേരിക്കയിൽ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഒരു സൈഡിൽ, ജനങ്ങൾക്ക് പൈസ കൂടുതൽ കൊടുത്ത് സാധനം മേടിക്കേണ്ട സാഹചര്യത്തിൽ ശമ്പളം കൂടിയില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് മഹാനാണ്, ട്രംപ് ഭയങ്കര വല്ലവനാണ്, നല്ലവനാണ്, അയാൾ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഗുഡ് വില്ലുള്ള കാര്യങ്ങളാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്കറിയത്തില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. പുള്ളിക്കാരൻ നടപ്പിലാക്കുന്ന ഒരു ആക്ട്, അതുകൊണ്ടുണ്ടാകുന്ന നന്മ, അത് 2-3 എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാൻ ഫ്രാൻസ് ടെൻഷൻ തുടരുകയാണ്. ഇറാൻ ഫ്രാൻസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ 2 ടൂറിസ്റ്റുകൾ, അവർ കപ്പിളാണ്, അവർ ഏതാണ്ട് 60 വയസ്സ് പ്രായമുണ്ട്. ഇവര് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരുടെ വധശിക്ഷ നാളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഗ്ലോബൽ അഡ്വൈസ് എന്നുള്ള നിലയിൽ ഇറാനും ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന്. അതായത് പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വധശിക്ഷ വിധിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൻ ചെയ്യുക, അവരെ ഡീപ്പായിട്ടുള്ള ട്രയലിന് വിധേയമാക്കൂ, നല്ല രീതിയിൽ വിചാരണ നടത്തൂ. എന്നിട്ട് ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എംബസികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, അവരെങ്ങനത്തെ ആൾക്കാരാണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിക്ക് ചേർന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ മതഭരണകൂടത്തിൽ നിന്നും കുറച്ച് ഈ ഒരു വിഷയത്തിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ആൾക്കാർ വരുമ്പോഴെങ്കിലും കുറച്ച് കരുണ കാണിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തെളിവില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരെ പിടിച്ചിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺ വെച്ചിട്ട് അന്യരാജ്യത്തുള്ള പൗരന്മാരെ പിടിച്ച് ഇങ്ങനെ തൂക്കിക്കൊല്ലരുതെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഇറാൻ വെച്ചിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ റിക്വസ്റ്റ് ആണ് വെക്കുന്നത്. കാരണം വേറെ ഒന്നും പറയാനില്ല. ഫ്രഞ്ച് പൗരന്മാരുടെ ഈ നടപടിക്രമം നാളെ നീക്കി വെക്കുമോ ഇല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുമോ എന്നുള്ളത് ഇനിയിപ്പോൾ നാളെ കണ്ടറിയാം. നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യൂറോപ്പിന്റെ സൈഡിൽ നിന്നും ശക്തമായ പ്രതികരണം ഇറാൻ
ഇറാനെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൺസേൺ വേറെ എവിടെയില്ല, ഉക്രൈനാണ്. ഉക്രൈൻ്റെ റെഫ്യൂജികൾ അമേരിക്കയിൽ നിന്നും പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകണം എന്നുള്ള തീരുമാനമാണ് ഇതിന് മുമ്പ് എടുത്തിരുന്നത് ട്രംപ്. പക്ഷേ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ റെഫ്യൂജികൾ ഇപ്പോൾ ഉടനെ ഉക്രൈനിലോട്ട് മടങ്ങി പോകണ്ട, അവർക്ക് അമേരിക്കയിൽ തന്നെ താമസിക്കാം, അവരുടെ ഫുഡ്, മെഡിസിൻ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് $1000 പെർ മന്ത് എയ്ഡ് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. എയ്ഡ് കൊടുക്കാൻ, അതായത് ഉക്രൈനിൽ നിന്നും അമേരിക്കയിൽ റെഫ്യൂജികളായിട്ട് കഴിയുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഫെസിലിറ്റി ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം, മികച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഈ ഓരോ രാജ്യങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് ഈ രീതിയിൽ കുറച്ചുകൂടെ മാനുഷിക പരിഗണന വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാൻ കഴിയും. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിന്റെ ഭരണകൂടം വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇസ്രായേൽ ഗാസ അഗൈൻ റീസ്റ്റാർട്ടഡ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.